തുമ്മൽ അലർജി പ്രശ്നങ്ങൾക്ക് ഈ അര ഗ്ലാസ് പാലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പരിഹരിച്ചെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അലർജി പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതായത് തുടക്കം തുമ്മലിലാണ് തുടങ്ങുന്നത്. തുമ്മൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ തുമ്മൽ. നമ്മൾ എന്താ ചെയ്യുന്നത്? തുമ്മി കഴിയുമ്പോൾ പെട്ടെന്ന് ആശ്വാസത്തിന് വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു ഗുളിക കിട്ടും. ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, കാര്യം ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അത് അത്രയ്ക്ക് ഡേഞ്ചർ സാധനമാണ്. ഇത് കഴിച്ചാൽ തന്നെ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ നല്ല രീതിയിൽ റിലീഫ് ഉണ്ടാകും. കാര്യം തുമ്മലിനെ പിടിച്ചു കിട്ടുന്ന രീതിയിൽ നിൽക്കും. അതുപോലെ തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. ആ കുഞ്ഞൻ ഗുളിക നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. പക്ഷേ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുമ്മൽ അലർജി പ്രശ്നങ്ങളുള്ളവർ ഒരു കാരണവശാലും ആ ഗുളിക കഴിക്കാതിരിക്കുക. അത് ശരീരത്തിന് കേട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഈ പാലിനകത്ത്, അതായത് പാലിൽ നമ്മൾ കുടിക്കുന്ന പാലിനകത്ത് രണ്ട് കൂട്ടം സാധനങ്ങൾ ഇട്ട് നമുക്ക് ഈ അലർജി പ്രശ്നത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അപ്പം അലർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, തുമ്മൽ മാത്രമല്ല, ഈ തുമ്മി നമുക്ക് പതിയെ കണ്ണ് ചൊറിയാൻ തുടങ്ങും. കണ്ണ് ചൊറിഞ്ഞ് നല്ല രീതിയിൽ കണ്ണ് ചൊറിഞ്ഞ് ചുമക്കുന്ന ഒരു രീതി ഉണ്ടാകും. അതുപോലെ തന്നെ തൊണ്ട കുത്തി, നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഇങ്ങനെ തൊണ്ടയ്ക്ക് ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അതൊരു അലർജി പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദാണ്ട ഇതുപോലൊരു അര ഗ്ലാസ് പാലെടുത്ത് നല്ല വൃത്തിയായിട്ട് ഇതിനെ ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചൂടാക്കുകയല്ല, നമ്മളിതിനെ തിളപ്പിച്ച് തന്നെ എടുക്കണം. ദാണ്ട ഒരു അര ഗ്ലാസ് പാല് മതി. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിൽ ചേർക്കേണ്ട രണ്ട് കൂട്ടമായിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പാല് ദാണ്ടെ നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഓഫ് ചെയ്യുക. ഇതിനെ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് തന്നെ മാറ്റുക. ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനം എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം. കവറിൽ നിന്നൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എടുക്കരുത്. നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി തന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് എടുക്കേണ്ട രീതിയുണ്ട്. ഒരുപാടൊന്നും വേണ്ട. വേണ്ടേ ഇതിൻ്റെ ഇത്രത്തോളം ഒരുപാട് എടുക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത് വേണ്ടുന്ന ഒരു സാധനം എന്താണെന്ന് ഞാൻ പറയാം. അതൊരു വലിയ ഘടകമാണ്. നമ്മുടെ കുരുമുളകാണ് കേട്ടോ. കുരുമുളക് നമ്മൾ ഇങ്ങനെ ഇടരുത്. കുരുമുളക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു കല്ലിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തും ഇത് നമുക്ക് ഒരുപാട് വേണ്ട, കുറച്ച് എന്താണ് ഇത്രത്തോളം എടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല തിളച്ച നല്ല ചൂടോടാണ്. ഇതിപ്പോൾ നമ്മളൊന്ന് ചൂടൊക്കെ നാറിയതിന് ശേഷം ഒരു ഇളം ചൂടോടെ രാത്രി, അതായത് പകലൊന്നും കുടിക്കരുത്, രാത്രി നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊരു അര ഗ്ലാസ് കുടിച്ചിട്ട് നിങ്ങൾ കിടക്കുക. സ്ഥിരമായിട്ടൊരു 4-5 ദിവസം നിങ്ങളിത് സ്ഥിരമായിട്ടൊന്ന് കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായി ഈ പറഞ്ഞ അലർജി പ്രശ്നം, ഈ പറഞ്ഞ മൂക്കിനകത്ത് ചൊറിച്ചിൽ, തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ഇതൊക്കെ നല്ല പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്കൊരു സംശയമുണ്ട്, ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടുണ്ടാകുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയാം, പാലെടുക്കേണ്ട, നിങ്ങൾ ശുദ്ധമായ തേനെടുത്തതിന് ശേഷം ഈ പറഞ്ഞ മഞ്ഞപ്പൊടിയും അതുപോലെ ഈ പറഞ്ഞ കുരുമുളക് പൊടി ഇത്തിരി ഇട്ട് മിക്സ് ചെയ്ത് രാത്രി കഴിക്കുക.